ഹായ് ഓൾ, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അടിപൊളി ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നു. വളരെ സീരിയസ് ആയിട്ടിരിക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാ ക്വസ്റ്റ്യൻ വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വന്നു, വായിച്ചു പോകും. അസർഷൻ റീസൺ ടൈപ്പാണ്. എ റിജിഡ് ബോഡി ക്യാൻ ബി എലാസ്റ്റിക്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ബോഡി ഇൻ വിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഈസ് ആൾവേസ് കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ അതിനകത്ത് ഷേപ്പ് കനോട്ട് ബി ചേഞ്ച്ഡ് അല്ലേ? അപ്പോൾ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി ഇമ്മീഡിയറ്റ്ലി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ റിജിഡ് ബോഡി ക്യാൻ ബി ഇലാസ്റ്റിക് ആണോ? റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഷേപ്പ് ഒന്നും മാറ്റാൻ പറ്റില്ല. ഇനി അടുത്ത, ഇഫ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ റിജിഡ് ബോഡി ഇറ്റ്സ് ഷേപ്പ് മേ ചേഞ്ച്, ഡയമെൻഷൻ മേ ചേഞ്ച്. തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ അസർഷൻ ആൻഡ് റീസൺ ആർ റോങ് എന്നാണ്. അപ്പോൾ ഡി ആണ് എൻ്റെ ആൻസർ. എളുപ്പമല്ലേ? ഒരു വാമപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. ടു ഒബ്ജക്ട്സ് മാസ് 10 കിലോഗ്രാം 20 കിലോഗ്രാം ആർ കണക്റ്റഡ് ടു ദ എൻഡ്സ് ഓഫ് എ റിജിഡ് റോഡ് ഓഫ് ലെങ്ത് 10 മീറ്റർ ഓഫ് നെഗ്ലിജിബിൾ മാസ്. ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഫ്രം 10 കിലോഗ്രാം മാസ്. നല്ല എളുപ്പം മക്കളെ. റോഡാണ്, അതിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്. ഇവിടെ ഒറിജിൻ ആണെന്നിരിക്കട്ടെ. ഇവിടെ അപ്പോൾ 10 മീറ്റർ ഡിസ്റ്റൻസിലാണ്, ഇവിടെ 0 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പോൾ x1 ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് x2 ആണ്. ഇനി ഇവിടെയാണ് ആദ്യത്തെ ബോഡി ഇരിക്കുന്നത്. ഇതിൻ്റെ മാസ് 10 കിലോഗ്രാം ആണ്. ഇതിൻ്റെ മാസ് m1. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ബോഡി ഇരിക്കുന്നു. ഇതിൻ്റെ മാസ് 20 കിലോഗ്രാം ആണ്. ഇത് m2 ആണ്. ഇനി ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x. ഈ x കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താണ്? പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ഇതേമാതിരി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? m1 x1 പ്ലസ് m2 x2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, വാല്യൂ ഇട്ട് കൊടുക്കുക. ഞാൻ വാല്യൂ ഫാസ്റ്റായിട്ട് ഇടാം. 10 ഇൻറ്റു 0 പ്ലസ് 20 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 20. അപ്പോൾ ആൻസർ 200 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. അപ്പോൾ 20/3 എന്നാണ് ആൻസർ. അത് കിട്ടി. എളുപ്പമല്ലേ? ഇതേമാതിരി നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A disk of radius 2 meter mass 100 kilogram rolling on horizontal floor. Center of mass has speed 20 centimeter per second. How much work is needed to stop it? അപ്പോൾ റോൾ ചെയ്യുന്നതിന് രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജിയാണുള്ളത്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് രണ്ടിനെയും ഇല്ലാതാക്കണം. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും ഓവർകം ചെയ്യണം. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷനും കൈനറ്റിക് എനർജി റൊട്ടേഷനും. ഇത്രയേ ഉള്ളൂ. ഇനി വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്താ? ഹാഫ് mv² പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്താ? ഹാഫ് മാസിന് വരെ i, വിക്ക് വരെ ω². ഇനി ഈസ് ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് ഹാഫ് ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. ഓക്കെ, mr²/2 എന്നാണ്. വി എന്ന് പറഞ്ഞാൽ r ω ആണ്. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ v/r ആണ്. അപ്പോൾ v/r സ്ക്വയർ. അപ്പോൾ v²/r². r² കട്ടായി. ബാക്കി ഹാഫ് mv² പ്ലസ് ഹാഫ് എഴുതി, പിന്നെ ഹാഫ് mv². കണ്ടോ? അപ്പോൾ രണ്ടിലും ഹാഫ് mv² കോമൺ ഉണ്ട്. ബാക്കി 1 പ്ലസ് ഹാഫ്. പേടിച്ചില്ല. അപ്പോൾ ഹാഫ് mv² അതുപോലെ എഴുതി. അതിന് 1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ ആൻസർ 3/4 mv² എന്നാണ്. ഈസ് ഈക്വൽ ടു 3/4 എഴുതി. മാസ് എത്രയാണ് മക്കളെ? മാസ് 100 ആണ്. ഇനി v², വിയുടെ സ്ക്വയർ 20 ഇൻറ്റു 10⁻⁻²ൻ്റെ സ്ക്വയർ. അതെന്താ അങ്ങനെ -2 വന്നേ? സെൻറ്റിമീറ്റർ ആയതുകൊണ്ടല്ലേ? അപ്പോൾ ഇസിക്കൽ ടു 3/4 എഴുതി, 100 എഴുതി, 20യുടെ സ്ക്വയർ 400, 10⁻²ൻ്റെ സ്ക്വയർ 10⁻⁻4. ഇനി ഇതാ ഇവിടെ 10⁻4 ഉണ്ട്. ഇതും കൂടെ ക്യാൻസലായി. ബാക്കി 4ഉം 4ഉം ക്യാൻസലായി. ആൻസർ 3. ഇതാ 3 ജൂൾ. അടിപൊളി അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ഒറിജിൻ വെൻ ഫോഴ്സ് 3 ജൂൾ എന്നല്ല 3 j ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് പൊസിഷൻ വെക്ടർ 2k. അപ്പോൾ പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ r×f എന്നാണ്. ഓക്കെ, അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? പൊസിഷൻ 2k എന്നാണ്. ക്രോസ് എഫിൻ്റെ വാല്യൂ 3j എന്നാണ്. ഇപ്പോൾ IJK നിങ്ങൾക്കറിയാം. J×K എന്താണ്? J×K എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പോൾ K×J എന്ന് പറഞ്ഞാൽ എന്താണ്? -I എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ടോർക്ക് ഈസ് ഈക്വൽ ടു 2 × 3 6. K×J എന്ന് പറഞ്ഞാൽ -I. കണ്ടോ?
അത് ആൻസറായി. സി ആണ് എൻ്റെ ആൻസർ. പൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് തന്നെ. ഇനി ഫോഴ്സ് തന്നിട്ടുണ്ട്. ഇനി എബൌട്ട് ദ പോയിന്റ് ഇതാണ്. അപ്പം നമുക്കൊരു കാർട്ടീഷ്യൻ ആക്സിസ് സിസ്റ്റം ഒക്കെ വരയ്ക്കാം. ഇത് എക്സ്, ഇത് വൈ, ഇത് ഒറിജിൻ. ഇനി ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ എ. ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ നമുക്ക് R0 എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വന്നു. അപ്പോൾ പുതിയ പൊസിഷൻ വെക്ടറാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇത് പുതിയ പൊസിഷൻ. അപ്പോൾ ഇതിനെ R1 എന്ന് വിളിച്ചു, ഇത് R2 എന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലുള്ള വെക്ടറിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അത് കാണാൻ R2 മൈനസ് R1 എടുക്കണം. അതിൻ്റെ ആൻസർ നമുക്ക് R എന്ന് വിളിക്കാം. എന്താ? ഇത്രയാണ് കഥ. ഇനി എബൌട്ട് ദ പോയിന്റ് 2 മൈനസ് 2, അതാ -2 എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എബൌട്ട് ദാറ്റ് പോയിന്റ് എന്നാണ്. അതാണ് ഇനീഷ്യൽ പൊസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ R1 ആയിട്ട് എടുക്കേണ്ടത് 2i മൈനസ് 2j മൈനസ് 2k എന്നാണ്. പേടിച്ചില്ല. ഇനി പുതിയ പൊസിഷൻ R2 എന്ന് പറയുന്നത് എന്താണ്? 2i മൈനസ് 0j മൈനസ് 3k എന്നാണ്. പേടിച്ചില്ലാരും. ഇനി R എങ്ങനെ കാണും? R കാണാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. R2 മൈനസ് R1 എന്നാണ്. 2i നിന്ന് 2a പോയാൽ 0, 0i മൈനസ് 0 മൈനസ് -2. അപ്പോൾ എത്ര? 2j എന്നാണ്. ഇനി -3 മൈനസ് -2, -3 പ്ലസ് 2, അപ്പം -k എന്ന് വരും. കണ്ടോ? ഇത്രയും ഓക്കെ ആയി. ഇനി ടോർക്ക് കാണാം അല്ലേ? ടോർക്ക് കാണാൻ എന്താ വഴി? ടോർക്ക് കാണാൻ എന്താ വഴി? R ക്രോസ് F, ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F എന്നാണ്. എല്ലാവർക്കും അറിയാം. ഇനി ഡിറ്റർമിനൻ്റ് വാല്യൂ അങ്ങ് എടുത്താൽ പോരെ. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു, ഞാൻ ഡിറ്റർമിനൻ്റ് വാല്യൂസ് എഴുതാൻ പോകണം. IJK എഴുതി. ഇനി ആറിനകത്തുള്ളത് നോക്കി പറയണം. അപ്പോൾ 0, 2 -1 എന്നാണ്. ഇനി എഫിനകത്തുള്ളത് നോക്കി പറയണം. ഇവിടെ F മണ്ടയിലാണ്. 4, 5 -6. ഇനി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ കാണാൻ അറിയാം. അപ്പോൾ ഞാൻ എഴുതാൻ തന്നാലും I ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് മൈനസ് J ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് പ്ലസ് K ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് എന്നാണ്. അപ്പോൾ I എഴുതി. ഇനി I വരുന്ന റോയിങ് കോളവും ഒഴിവാക്കി. അപ്പോൾ ബാക്കി ഇൻറ്റു ചെയ്യാം. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൈനസ് ഇത് രണ്ടും കൂടെ. അപ്പോൾ അത് വീണ്ടും ഞാൻ എഴുതി കാണിക്കുകയാണ്. നോക്കൂ, I ഞാൻ അതുപോലെ എഴുതി. ബ്രാക്കറ്റിനകത്ത് എന്താ എഴുതേണ്ടത്? 2 ഇൻറ്റു -6 -12 മൈനസ് 5 ഇൻറ്റു -1 -5. പേടിച്ചില്ലാരും. അടുത്ത J വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക, ക്രോസ് ചെയ്ത് ചെയ്യുക. അപ്പം 0 ഇൻറ്റു -6 0 മൈനസ് 4 ഇൻറ്റു -1 -4. ഇനി അടുത്തത് K ഒഴിവാക്കി 0 -8. ഓക്കെ. 5 ഇൻറ്റു ഇത് 5 -7 എന്ന് വരും. അടുത്തത് +4 ഇൻറ്റു -4j എന്ന് വരും. അടുത്തത് -8k. ഓക്കെ. അപ്പോൾ ഇനി ഒന്നും കൂടെ എഴുതാം. 7i -7i -4j -8k ഉണ്ടോ? -7i -4j -8k. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ്. പൊളിയല്ലേ? പേടിച്ചോ? അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് എബൌട്ട് ഏത് പോയിന്റ്, ഏത് പോയിന്റിനെ ബേസ് ചെയ്ത് ആ എബൌട്ട് ഏത് പോയിന്റ് എന്നുള്ളത് നമ്മൾ ആദ്യമുള്ള വെക്ടറായിട്ട് എടുക്കണം. ആദ്യത്തെ പൊസിഷൻ വെക്ടറായിട്ട് എടുക്കണം. മനസ്സിലായോ? അപ്പോൾ എബൌട്ട് ദ പോയിന്റ് ഇവിടെ 2 -2 ആണ്. അതാണ് ഇവിടെ R1 ആയിട്ട് എടുക്കേണ്ടത്. അത്രമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതാ വരുന്നു. എന്താ? ടോർക്ക് ക്യാൻ ബി 0 ഈവൻ ഇഫ് ദർ ഈസ് നെറ്റ് ഫോഴ്സ്. എന്താണ്? ഫോഴ്സ് ഉണ്ടെങ്കിലും എന്താണ് ടോർക്ക് 0 വരാം. ഓക്കെ. അപ്പോൾ എന്താണ്? കറക്റ്റാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ R ക്രോസ് F ആണ്. എഫിൻ്റെ ആൻസർ F ഉണ്ടെങ്കിലും R 0 ആയാൽ ടോർക്കിൻ്റെ ആൻസർ 0 വരാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ അസർഷൻ കറക്റ്റാണ്. ഇനി ടോർക്ക് ആൻഡ് ഫോഴ്സ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ. ഓക്കെ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ ടോർക്ക് പെർപെൻഡിക്കുലർ ടു ബോത്ത് R ആൻഡ് F എന്നാണ്. അപ്പോൾ അതും കറക്റ്റാണ്. പക്ഷേ അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല രണ്ടാമത്, അല്ലേ?
അപ്പോൾ ഏതാണ് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സർക്കുലർ പാത്ത്. ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ ആണ് ഡിക്രീസിങ് സ്പീഡ്. ഇത് നിങ്ങൾക്ക് അറിയാമോ കാര്യങ്ങളൊക്കെ? ഒരു പാർട്ടിക്കിൾ നമുക്കൊരു വീലാണെന്ന് വെച്ചോളൂ. ഈ വീല് ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ കറങ്ങുന്ന സമയത്ത് വീലിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതിനൊരു ആക്സിസ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ആക്സിസ് വഴി ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കാണുന്നു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആക്സിസിൽ റൈറ്റ് ഹാൻഡ് പിടിക്കുക, എന്നിട്ട് തമ്പ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ വയ്ക്കുക, എന്നിട്ട് കേളി ഫിംഗേഴ്സ് വീല് കറങ്ങുന്ന ഡയറക്ഷനിൽ വയ്ക്കുക. ഓക്കെ, ആ തമ്പ് എങ്ങോട്ടിരിക്കുന്നു? ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് എന്തോന്ന് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാമെന്നുള്ള കേസാണ്. ഇനി വീല് ഇപ്പോൾ ഇതിപ്പോൾ ഇതാണ് ആക്സിസ്, ഞാൻ പിടിച്ചു, ഈ ഡയറക്ഷനിൽ വീലിരിക്കുന്ന ഡയറക്ഷനിൽ കറങ്ങുകയാണെങ്കിൽ എൻ്റെ തമ്പ് കാണിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, ഈ ഇത് മാറുന്നതനുസരിച്ച്, റൊട്ടേഷൻ മാറുന്നതനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? ചേഞ്ച് ആവും. ഓക്കെ, റൊട്ടേഷൻ്റെ സ്പീഡ് മാറുന്നതനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും. പക്ഷേ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയി. ഡയറക്ഷൻ ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ വീലിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് മാറും? ആംഗുലാർ മൊമെൻറ്റം മാറും. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറില്ല, സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇനി വീലിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ഇനി ഇവിടെ ആക്സലേഷൻ ഡയറക്റ്റഡ് ടുവേഴ്സ് എ സെൻറ്റർ, അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. റേഡിയൽ ആക്സലേഷൻ ആണെങ്കിൽ സെൻറ്ററിലോട്ടാണ്. അപ്പോൾ അവരിവിടെ ഉദ്ദേശിക്കുന്നത് റിസൾട്ടൻ്റ് ആക്സലേഷൻ ആയിരിക്കും. ഒരു ടാൻജൻഷ്യൽ ആക്സലേഷനും ഉണ്ട്, സെൻട്രിപെറ്റൽ ആക്സലേഷനും ഉണ്ട്. രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആണ്, അത് സെൻറ്ററിലോട്ട് വരില്ല. അപ്പോൾ സെൻറ്ററിലോട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റ്. ഇനി പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സ്പൈറൽ പാത്ത് വിത്ത് ഡിക്രീസിങ് റേഡിയസ്. സ്പീഡ് കുറയുമ്പോഴത്തേക്ക് ഒരു പാർട്ടിക്കിള് സ്പൈറൽ പാത്തിൽ കറങ്ങാം, ഡിക്രീസിങ് റേഡിയസ്, അങ്ങനെ ഒരു കണ്ടീഷൻ വരാം. പക്ഷെ അത് എപ്പോഴും ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഇതും നമുക്ക് ജെന്യുവനായിട്ട് ഒരു ആൻസറായിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഷാർപ്പ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. ദിസ് ഈസ് എ ഫിക്സഡ് ആൻസർ, ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാൻ സി കൂടെ കറക്റ്റ് ആണോ എന്ന് തോന്നും. കറക്റ്റാണ്, പക്ഷേ പക്ക ഷാർപ്പ് എന്ന് ചോദിച്ചാൽ ലാസ്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഫോഴ്സ് ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ അറ്റ് എ പൊസിഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോർക്ക്. എളുപ്പമിടാ. ഇതാണ് ഫോഴ്സ്. ഓക്കെ, ഇതാണ് ആറ്. ഓക്കെ, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ടോർക്ക്? ആർ ക്രോസ് എഫ്. ഇതൊക്കെ എക്സാമിനും എൻട്രൻസിനും ഒക്കെ ചോദിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ തന്നെ പറയുക, ഡിറ്റർമിനൻ്റ് വാല്യൂ വരച്ചു, ഐ ജെ കെ, ആറിൻ്റെ വാല്യൂ പറയണം. 1 1 മൈനസ് ഉണ്ടെന്നാണ്. എഫിൻ്റെ വാല്യൂ പറയണം 5 7 -3 എന്നാണ്. ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരണ്ട, നിങ്ങൾ തന്നെ എഴുതണം. ഐ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് മൈനസ് ജെ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് പ്ലസ് കെ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ്. ഓക്കെ, പേടിച്ചില്ലാരും. ഇനി ഐ റോയിങ് കോളം ഒഴിവാക്കി ബാക്കി ക്രോസ് ചെയ്തെടുക്കുക. -3 7 to -1 -7. ജെ വരുന്ന റോയിങ് കോളം ഒഴിവാക്കി ക്രോസ് ചെയ്തെടുക്കുക. -3. ഇനി 5 ഇൻറ്റു -1 -5. അടുത്ത കെ വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക, ക്രോസ് ചെയ്തെടുക്കുക. എന്താണ്? 1 ഇൻറ്റു 7 7 -5. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഇവിടെ ഐ ഇൻറ്റു -3 പ്ലസ് 7 എന്നാണ്, മൈനസ് ജെ ഇൻറ്റു എന്താണ് -3 + 5 എന്നാണ്, പ്ലസ് കെ ഇൻറ്റു 2 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് റെഡിയാക്കാം. ഐ എഴുതി 4 എന്നാണ്. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു 2 എന്നാണ്, പ്ലസ് 2k എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ റെഡിയാക്കാം. 4i - 2j + 2k എന്നാണ്. ഓക്കെ, ആൻസറായോ? ടോർക്കിൻ്റെ ആൻസറായോ? ഉണ്ടോ? 4i എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. 4i - 2j + 2k. അപ്പോൾ അതാ ആൻസർ ഇതായിരിക്കുന്നു. അപ്പോൾ ടോർക്കിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പ്രയാസമുണ്ടോ? പ്രയാസപ്പെടാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് 2 സ്ഫിയേഴ്സ്. 2 സ്ഫിയർ ഉണ്ട്. രണ്ടിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ മാസാണ്, എബൌട്ട് ഡയമീറ്റർ.
ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനൊക്കെ അറിയാൻ 2/5 mr² ആർ ഈക്വൽ 1 സോളിഡ് അതർ ഹോളോ റേഷ്യോ ഓഫ് ദർ റേഡിയസ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ സോളിഡ് അറിയാം, ഹോളോയുടെയും ഇക്വേഷൻ അറിയാം. ഓക്കെ, സോളിഡിൻ്റെ 2/5 mr² ആണ്, ഇവിടെ 2/3 mr² ആണ്. ഓക്കെ, രണ്ടിൻ്റെ എം മാത്രമേ സെയിം ഉള്ളൂ അല്ലേ, ആറ് സെയിം അല്ല. അപ്പോൾ ഇവിടെ R1 ഇവിടെ R2, ഈ രണ്ട് ആൻസറും സെയിം. അങ്ങനെയാണെങ്കിൽ 2m രണ്ടിലും കട്ട് ചെയ്ത് കളയാം. ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി R1² ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു R2² ഡിവൈഡ് ബൈ 3 എന്നാണ്. ഇത് ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കുക, അതവിടെ വയ്ക്കുക. അപ്പോൾ R1² ബൈ R2² ഈസ് ഈക്വൽ ടു 5/3 എന്നാണ്. അപ്പോൾ ആൻസർ ഇതാ വരുന്നു. R1/R2 എത്ര വരും? ഇതിൻ്റെ റൂട്ട്, അപ്പോൾ √5 ഈസ് ടു √3 ഉണ്ടോ? √5 ഈസ് ടു √3. ഓപ്ഷൻ സി ആണ് നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയോ? അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോഴേ തലേ കൈവച്ച് ഓടുകയാണ്. അങ്ങനെ തലേ കൈവച്ച് ഓടണ്ട. ഇതിനകത്തൊക്കെ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. നമ്മളൊരു 1-2 പ്രാവശ്യം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും വെച്ച് നിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.